ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ ഓട്ടം വെച്ച് ഓടുന്നത് കുറേ നേരം കൊണ്ട് ക്യാബ് പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ക്യാബ് വന്നതിന് ശേഷമാണ് റെഡി ആവാൻ പോയത്, അതാണ് ഇത്ര ലേറ്റ് ആയതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. ഞാനും ചേട്ടനും കൂടെ ആസിഫ് അലിയുടെ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. മൂവിയുടെ നെയിം കിഷ്കിന്ധ കാണ്ഡം. എന്ത് പാടാ, ഇവർക്കുള്ള ചെറിയ പേരും ഇട്ടാൽ മതിയായിരുന്നു. നമ്മൾ മൂവി കാണാൻ വേണ്ടി പോകുന്നത് ബർക്ക ഗ്രാൻഡ് സെൻറ്റർ മോളിലാണ്. ഈ കാണുന്ന മോളിലാണ് നമ്മൾ ഫിലിം കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ മോളിലെത്തി. എന്ത് നിശബ്ദമാണ് ഗൈസ്. ആകെ ഒരു 4-5 പേരോ കാണും. ഇത് കാണുമ്പോഴാണ് നമ്മുടെ ലുലു മോളിൽ ഞാൻ ഓർത്തു പോകുന്നത്. കാരണം ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു മോളാണ്. ഒരു കടയിൽ കൂടിപ്പോയി ഒരു 1-2 ആൾക്കാർ കാണും. അവിടെ പുറത്ത് നിൽക്കുന്നത് ഒരു 1-2 ആൾക്കാർ കാണും. ഇത്ര മാത്രമേ കാണുള്ളൂ. പിന്നെ നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട് ഇവിടെ. മാക്സ് അങ്ങനത്തെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ആൾക്കാരൊന്നുമില്ല. ഈ ആൾക്കാരൊക്കെ വീട്ടിൽ കയറി എന്തിനിരിക്കുവാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ 8 മണിക്കാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ 7 മണി. അപ്പോൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് സിനിമ കാണാൻ വേണ്ടി കയറാമെന്ന്. അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ ലേറ്റ് ആവും, ഷോപ്പും കാര്യങ്ങളൊക്കെ അടയ്ക്കും. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരുപാട് അങ്ങനെ ഫുഡ് കോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ബർഗർ കിങ് ഉണ്ട്, ചിക്കിങ്സ് ഉണ്ട്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കമ്പാരിറ്റീവ്ലി തോന്നിയത് നമ്മുടെ ശ്യാമസുന്ദര കേരകരാര ഭൂമിയാണ് ഗൈസ് സൂപ്പർ. കാരണം നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്, നമ്മുടെ സ്വന്തം എന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നുമല്ലോ. എനിക്കിവിടെ വന്നതിന് ശേഷം അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. ആദ്യം ജസ്റ്റ് ബർഗർ കിങ്ങിലോട്ടാണ് പോയത്. അവിടെ അത്യാവശ്യം നല്ല കത്തി റേറ്റ് ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള നമ്മൾ ചിക്കിങ്ങിലോട്ടാണ് പോയത്. ഇവിടെ കമ്പാരിറ്റീവ്ലി അത്ര റേറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ KFC കഴിക്കാമെന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ KFC ഇതിൻ്റെ ഈ മോളിൻ്റെ അകത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ ലുലു ഹൈപ്പറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു KFC ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫണ്ടൂറെ കയറാം. ഫൺ സിറ്റി ഇത് കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇവിടെ വേറെ ആരും കയറണ്ടല്ലോ. ഒഴിഞ്ഞ മോളല്ലേ. നമ്മൾ ലുലു മോൾ വല്ലതും ആണെങ്കിൽ എപ്പോഴും തിരക്കായിരിക്കും. വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ തിരക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. 2 വിങ്സ്, ഒരു ബർഗറുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, ഒരു കൊക്കക്കോള ഉണ്ടായിരുന്നു. കൊക്കക്കോള അല്ല, സോറി, സ്പ്രൈറ്റ് ആണ് ഗൈസ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഫ്രഞ്ച് ഫ്രൈസിൽ ജസ്റ്റ് എരിവ് വേണോ ഇല്ലേന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്പൈസി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ ചിക്കൻ മസാല ഇട്ട് തരാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചിക്കൻ മസാല അല്ലേ, ചിക്കൻ കറി വയ്ക്കുന്ന ചിക്കൻ മസാല ഇട്ട് തന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതേ സെയിം ടേസ്റ്റ്. അതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ അധികം അങ്ങനെ കഴിച്ചില്ല. പക്ഷേ ചിക്കൻ വിങ്സ് ഒക്കെ കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം കഴിച്ചപ്പം ചെറുതായിട്ട് വായൊക്കെ പൊള്ളി. പക്ഷെ നമുക്ക് അത് സാരമില്ല. നമ്മൾ വിശന്നാൽ നമ്മൾ എന്തും കഴിക്കും. നമ്മൾ ഏത് ചൂടിനെയും നമ്മൾ തരണം ചെയ്ത് ഫുഡ് കഴിക്കും. ഞാൻ കഴിക്കുന്ന ആ പീസിൽ കാണുമ്പോഴേ അറിയാം നല്ലപോലെ ചൂട് പുക പോകുന്നുണ്ട്. കാരണം നല്ല ഫ്രഷ് ആയിട്ടും നല്ല ചൂടായിട്ടുള്ള സംഭവമായിരുന്നു. കാരണം നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഫുഡ് കിട്ടിയത്. അങ്ങനെ പയ്യെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും സമയമുണ്ട്. 8 മണിക്കാണ് ഷോ. ഇപ്പം ജസ്റ്റ് ഒരു 7:30 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചിക്കൻ വിങ്സ് ചേട്ടന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ വാങ്ങുന്നതിനെക്കാട്ടിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ വാങ്ങുന്നതാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അതായിരിക്കും നമുക്ക് ടേസ്റ്റും തോന്നുന്നത്. അതിനുശേഷം ഞാൻ വാങ്ങിച്ചത് ബർഗറാണ്. അത് കഴിച്ചു. സംഭവം കൊള്ളാം. അധികം മയോണൈസൊന്നും വച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് 2 ബണ്ണിൻ്റെ നടുക്ക് ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ലീവ്സ് വെച്ചിട്ടുണ്ട്, ക്യാബേജും ഉണ്ട്, വേറെ എന്തോ ഒരു ലീവ്സ് ഉണ്ട്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ലീവ്സ് എടുത്ത് മാറ്റിയിട്ടാണ് കഴിച്ചത്. ക്യാബേജിൻ്റെ ലീവ്സ് കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷെ കഴിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ സംഭവം ഫുഡൊക്കെ കഴിച്ചു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ ബർഗർ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കി ചിക്കൻ പീസ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് വേസ്റ്റ് കൊണ്ട് കളയാനുള്ളത്. ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ പ്ലേറ്റിലിരിക്കുന്ന വേസ്റ്റ് ആ ബിന്നിൽ ഇട്ടിട്ട് പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വയ്ക്കണം. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ ഫുഡ് കോർട്ടിൽ അവിടെയൊന്നും വാഷ്റൂമോ കാര്യങ്ങളോ കൈ കഴുകാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. നമ്മൾ തിയേറ്ററിൻ്റെ അവിടെ പോയിട്ടാണ് അവിടുത്തെ വാഷ്റൂമാണ് യൂസ് ചെയ്തത്. ഈ തിയേറ്ററിൻ്റെ പേര് വൗ സിനിമാസ് എന്നാണ്. ഇത് കണ്ടപ്പോൾ നമ്മൾ ലുലുവിലുള്ള ഐമാക്സ് പോലെയൊക്കെ തോന്നി. അതേപോലത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഗോൾഡ് കളറിലാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു കുഞ്ഞു തിയേറ്ററാണ്. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. മുകളിലത്തെ ഒരു 2-3 റോ ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫിലിം തുടങ്ങി. ഫിലിം
നല്ല ഒരു മൂവി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഷസാമിൻ്റെയൊക്കെ റിവ്യൂ കണ്ടിട്ടാണ് സിനിമ കാണാൻ പോയത്. അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയില്ല. കൊള്ളാം, ഒരു വൺ ടൈം വാച്ചിനൊക്കെ പറ്റിയ ഒരു മൂവിയാണ്. അങ്ങനത്തെ മൂവിയൊക്കെ കണ്ട് ഇറങ്ങി. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. കാരണം കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ട്. ആ മതിലിൽ കത്തുന്നത് തീ പോലെയാണ് കത്തുന്നത്. സംഭവം തീയല്ല, അത് ലൈറ്റാണ്. അത് തീ പോലെ കത്തുന്ന ലൈറ്റാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഞാൻ പൊതുവേ മസ്കറ്റിൽ വന്നിട്ട് രാവിലെ പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങില്ല, അത്രയ്ക്ക് ചൂടാണ്. രാത്രിയാണ് വല്ലപ്പോഴും പോകുന്നത്. ആകെ ഞാൻ വന്നിട്ട് ഒരാഴ്ച ആകാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് പുറത്തിറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ കാണിച്ചിരുന്നില്ല, ഇത് തൊട്ട് ഓപ്പോസിറ്റുള്ള ആ ലൈറ്റ് കാണുന്ന സൂപ്പർ മാർക്കറ്റിലാണ്, നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലാണ് നമുക്ക് പോകാനുള്ളത്. പക്ഷെ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ആ ദൂരെ കാണുന്ന ഓവർ ബ്രിഡ്ജ് വഴിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഒരു 3-4 റോഡുണ്ട് ക്രോസ് ചെയ്യാനായിട്ട്. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം വണ്ടി നല്ല സ്പീഡിനാണ് വരുന്നത്. നമ്മൾ ഇടിച്ച് പറത്തിയിട്ടിട്ട് നമുക്ക് പോകും. അത് മാത്രമല്ല, നമ്മൾ അത്രയ്ക്കും ഓടാൻ കഴിവുള്ള ആളാണെങ്കിൽ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ഒരു ഓവർ ബ്രിഡ്ജിൽ കൂടിയാണ് നമുക്ക് അപ്പുറത്ത് പോകാനെത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ അവിടേക്ക് ആണെങ്കിൽ കുഞ്ഞു റോഡായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് എത്താൻ പറ്റും. അങ്ങനെ ഒരു 10-20 മിനിറ്റ് നടന്നതിന് ശേഷം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. മെയിനായിട്ട് മീനും ചിക്കനും വാങ്ങാനായിട്ടാണ് വന്നത്. അങ്ങനെ മീനൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ സംഭവം എല്ലാം കട്ട് ചെയ്ത് തരും. ഒരുപാട് മീൻ ഉണ്ട്. ചൂര, എനിക്കറിയാന്നുള്ള മീൻ ചൂര ഉണ്ടായിരുന്നു, കൊഞ്ചുണ്ടായിരുന്നു, പിന്നെ കൊഴിയാളം ഉണ്ടായിരുന്നു. അപ്പോൾ ചൂര വാങ്ങാമെന്ന് വിചാരിച്ചു. അതാണ് എനിക്ക് കുറച്ചും കൂടി വയ്ക്കാനും അറിയാമെന്നുള്ളത്, അല്ലാതൊന്നും ഞാൻ വച്ചിട്ടില്ല. അപ്പോൾ അവർ തന്നെ കട്ട് ചെയ്ത് തരും. നമ്മളൊരു 1/2 കിലോ ചൂരയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആവശ്യമുള്ള മീൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു കൂപ്പൺ തരും. ആ കൂപ്പൺ കയ്യിൽ വെച്ചിട്ട് ആ നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ പോകണം. അപ്പോൾ അവർ നല്ലപോലെ കട്ട് ചെയ്ത് ഫ്രഷ് ആക്കി വച്ച് നമുക്ക് തരും. 2 തരം കൊഞ്ചുണ്ടായിരുന്നു. ഒരു വലിയ കൊഞ്ചും കുഞ്ഞു കൊഞ്ചും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊഞ്ചാണെങ്കിൽ തന്നെ നമ്മൾ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ഏതൊരു മീൻ വാങ്ങിച്ചാലും അവർ തന്നെ നമ്മൾ പറയുന്ന സൈസിൽ അവർ കട്ട് ചെയ്ത് നമുക്ക് തരുന്നതാണ്. അങ്ങനെ ഞാൻ ചൂര മീനൊക്കെ 1/2 കിലോ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവരിനി കട്ട് ചെയ്ത് വൃത്തിയാക്കി തരും. ടോക്കൺ നമ്പർ തന്നിട്ടുണ്ട് നമ്മളെ കയ്യിൽ. ആ ടൈമിൽ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. ഏത് തരം ചിക്കനും ഇവിടെയുണ്ട്. നമുക്ക് ബർഗറിൽ വയ്ക്കാൻ പറ്റുന്ന ചിക്കനും, ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ, ബോൺലെസ് ചിക്കൻ, അങ്ങനെ പല വെറൈറ്റിയിലുള്ള ചിക്കൻ ഇവിടെയുണ്ട്. അല്ലാതെ ഫുൾ കോഴിയായിട്ടിരിക്കുന്ന ചിക്കൻ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് സംഭവം ഞാൻ തൊട്ട് നോക്കിയതാണ്. ഞാൻ വിചാരിച്ചു ഇവരൊന്നും കവർ ചെയ്തിട്ടില്ല. അത് സംഭവം ഒരു പേപ്പർ വെച്ച് അവരതിനെ കവർ ചെയ്ത് വച്ചിട്ടുണ്ട്. തൊട്ട് നോക്കാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്നാലും ഞാൻ ജസ്റ്റ് തൊട്ട് നോക്കി നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രീസറിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസം വച്ചിരുന്ന് യൂസ് ചെയ്യാമെന്നും പറഞ്ഞാണ് വാങ്ങിച്ചത്. അതും നമ്മൾ ഈ ഫുൾ കോഴി വാങ്ങിച്ചിട്ടും അവർക്ക് കൊടുക്കും. അവർ ഇതേപോലെ സെയിം ആണ്, നമുക്കൊരു ടോക്കൺ തരും. ആ ടൈമിൽ നമ്മൾ വേറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്ത ചിക്കൻ നല്ലപോലെ കട്ട് ചെയ്ത്, ഏത് സ്മോൾ സൈസ് വേണോ ബിഗ് സൈസ് വേണോ എന്ന് പറഞ്ഞാൽ മതി, അവരതിനനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ ഈ ചിക്കൻ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. ചിക്കനിൽ ഷഡ്ഡി ഇട്ടതുപോലെ ഇരിക്കുന്നില്ലേ, എനിക്ക് അത് അങ്ങനെ തോന്നി. നല്ല രസമുണ്ട് കാണാൻ. അത് എന്താണ്, എൻ്റെ സ്കിന്നാണോ കളറാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ജസ്റ്റ് അടുത്ത് ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് അപ്പത്തിനുള്ള മാവ് വാങ്ങാനുണ്ടായിരുന്നു. നമ്മളെല്ലാം പുറത്തുനിന്നാണ് വാങ്ങുന്നത്. അപ്പപ്പൊടി, അപ്പത്തിൻ്റെ മാവ്, ഇടിയപ്പത്തിൻ്റെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമൊക്കെ കിട്ടും. നമ്മൾ ജസ്റ്റ് ഇഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ച് ആവി കയറ്റി ഉണ്ടാക്കിയാൽ മതി. പുട്ടുപൊടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ആടാണ് കേട്ടോ. ആടിൻ്റെ കാല്, വയറ്, കൈ, കുടലി, എല്ലാവിധ സംഭവങ്ങളും, സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ തൈര് വാങ്ങാനുണ്ടായിരുന്നു. ഇവിടെ യോഗേർട്ടാണ് കിട്ടുന്നത്. യോഗേർട്ടും തൈരും രണ്ടും രണ്ടാണ്. യോഗേർട്ടിന് അധികം പുളിപ്പ് കാണത്തില്ല, പക്ഷേ ഇത് നല്ല ക്രീമി ടെക്സ്ചറാണ്, നല്ല കട്ടിയായിട്ടിരിക്കും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തൈര് പോലെയല്ല, നല്ല ടേസ്റ്റുമാണ്. പിന്നെ പാല് വാങ്ങാനുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന സാധനം എടുക്കാൻ പാടില്ല, അത് തിരിച്ചു വെച്ചിട്ട് ബാക്കിൽ നിന്ന് എടുക്കണമെന്നാണ്. കാരണം അത് പുതിയ സാധനങ്ങളാണ് അവർ ബാക്കിൽ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡേറ്റ് നോക്കി എടുക്കണം എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഐഡിയോളജിയിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് വാങ്ങാനായിട്ട് പോയി. അത്യാവശ്യം കുറച്ചൊക്കെ നമ്മുടെ കിച്ചണിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മരിച്ചീനി വാങ്ങിച്ചു. കപ്പ
കാരണം ഈ സൺഡേ കപ്പയും മീനും വയ്ക്കാനാണ് നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞ് തേങ്ങയൊക്കെ വാങ്ങിച്ചു. തേങ്ങ ഇതേപോലെ ഇവർ ബോക്സിൽ കിട്ടുന്ന തേങ്ങയാണ് നമ്മൾ വാങ്ങുന്നത്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അതാകുമ്പം ജസ്റ്റ് യൂസ് ചെയ്താൽ മതി, വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നമ്മളിവിടുത്തെ പോലെയല്ല, ഓരോ രാജ്യത്തെ ഫ്രൂട്ട്സാണ് ഇവിടെ ഉള്ളത്. ഓസ്ട്രേലിയ, ചൈന, അങ്ങനെ ഓരോ രാജ്യത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും, വെജിറ്റബിൾസും. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ തിരിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.